ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله السميع العليم من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. بسم الله الرحمن الرحيم. هل أتاك حديث موسى إذ ناداه ربه بالوادي المقدس طوى اذهب إلى فرعون إنه طغى فقل هل لك إلى أن تزكى وأهديك إلى ربك فتخشى فأراه الآية الكبرى فكذب وعصى ثم أدبر يسعى فحشر فنادى فقال أنا ربكم الأعلى فأخذه الله نكال الآخرة والأولى إن في ذلك لعبرة لمن يخشى. സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ വിശ്വാസിനികളെ, റഹ്മാനും റഹീമുമായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകളും നിയമനിർദ്ദേശങ്ങളും ജീവിതത്തിന്റെ മുഴുവൻ മേഖലകളിലും കാത്തു സൂക്ഷിച്ച് അള്ളാഹുവിന്റെ ഇഷ്ടാനിഷ്ടങ്ങൾ പരിഗണിച്ചുകൊണ്ട് മുത്തഖിയായി ജീവിക്കാൻ കഴിവിന്റെ പരമാവധി പരിശ്രമിക്കണേ എന്ന് ആമുഖമായി എന്നോടും നിങ്ങളോടും വസിയ്യത്ത് ചെയ്യുകയാണ്, ഗൗരവപൂർവം ഉപദേശിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും അവന്റെ സ്വാലിഹീങ്ങളായ മുത്തഖീങ്ങളായ അടിമകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആൻ സൂറത്ത് തൗബയിലെ 36-ാമത്തെ വചനത്തിൽ പരാമർശിച്ച അർബഅത്തുൻ ഹുറും, 4 പവിത്രമായ മാസങ്ങൾ, ആ രൂപത്തിൽ പവിത്രമാക്കപ്പെട്ട ശ്രേഷ്ഠകരമായ ഒരു മാസത്തിലാണ് നമ്മൾ ഓരോരുത്തരും നിലകൊള്ളുന്നത്. മുഹറം മാസത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നോമ്പെടുത്തത് നമുക്കറിയാവുന്നതാണ്. മുഹറം 10 നോമ്പ് ഏറെ ശ്രേഷ്ഠകരമാണെന്നും
അതിന്റെ പ്രതിഫലത്തെക്കുറിച്ച് സ്വഹാബത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു കൊടുത്തത് വസിയാമു യൗമി ആശൂറ, മുഹറം 10 ആശൂറന്റെ നോമ്പ്, അതിന്റെ പ്രതിഫലം അഹ്തസിബു അലല്ലാഹി അൻ യുകഫിറ സനത്തല്ലതി ഖബല, കഴിഞ്ഞ ഒരു വർഷത്തെ ചെറുപാപങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ അടിമകൾക്ക് പുറത്തു കൊടുക്കുമെന്നുള്ളതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുള്ളത്. ഏറെ മഹത്വമുള്ള ദിവസമായിട്ടാണ് മുഹറം 10 പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത്. ജാഹിലിയ കാലഘട്ടത്തിൽ തന്നെ അറബികൾ ആ നോമ്പ് നോൽക്കാറുണ്ടായിരുന്നു, നബിയും ആ നോമ്പ് അനുവർത്തിച്ചു പോന്നിരുന്നു എന്നും, എന്നാൽ റമദാനിലെ നോമ്പ് നിർബന്ധമാക്കുന്നതോടുകൂടെ പിന്നീട് മുഹറം 10 നോമ്പ് അത് സുന്നത്താക്കപ്പെടുകയാണ് ഉണ്ടായത് എന്നൊക്കെ ഹദീസുകളിൽ നിന്ന്, പ്രമാണങ്ങളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. ജൂതന്മാരോട് ഭിന്നമായി നിൽക്കുക എന്നത് ഇസ്ലാമിന്റെ അടിസ്ഥാന തത്വങ്ങളിൽപ്പെട്ട ഒന്നായതുകൊണ്ട് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിനോട് ഈ വിഷയത്തിൽ പറഞ്ഞത്, അടുത്ത വർഷം ഞാൻ ജീവിച്ചിരിക്കുകയാണെങ്കിൽ മുഹറം 9 ഞാൻ നോമ്പെടുക്കും എന്നുള്ളതാണ്. പക്ഷെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ വർഷം ഈ ലോകത്തോട് യാത്ര പറയുകയാണ് ഉണ്ടായത്. എന്നിരുന്നാലും വിശ്വാസികൾ എന്നുള്ള നിലക്ക് നമ്മെ സംബന്ധിച്ചിടത്തോളം മുഹറം 9 10 നോമ്പെടുക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട സുന്നത്താണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതിന്റെ മഹത്വവും ശ്രേഷ്ഠതയുമാണ് നാം സൂചിപ്പിച്ചത്. മുഹറം 10 നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിൽ വന്ന സമയത്ത് ജൂതന്മാർ നോമ്പനുഷ്ഠിക്കുന്നത് കണ്ടു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് ചോദിച്ചു, എന്താണ് ഇന്ന് പ്രത്യേകത, എന്തുകൊണ്ടാണ് നിങ്ങൾ നോമ്പനുഷ്ഠിക്കുന്നത്? അവര് പറഞ്ഞു, ഹാദാ യൗമുൻ സ്വാലിഹ്, ഇതൊരു നല്ല ദിവസമാണ്. ഈ ദിവസത്തിലാണ് നജ്ജല്ലാഹു ബനി ഇസ്രായീൽ മിൻ അദുവ്വിഹിം, മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയെയും അദ്ദേഹത്തിന്റെ അനുയായികളായ ബനു ഇസ്രായീലിനെയും അല്ലാഹു സുബ്ഹാനഹു വ തആല ധിക്കാരിയും തോന്നിവാസിയുമായ ഫിർഔന്റെ കിരാതമായ പീഡനങ്ങളിൽ നിന്നും രക്ഷപ്പെടുത്തിയിട്ടുള്ളത്, അള്ളാഹു രക്ഷപ്പെടുത്തിയ ദിവസമാണ് മുഹറം 10. അതുകൊണ്ടാണ് ഞങ്ങൾ നോമ്പെടുക്കുന്നത് എന്നും അവര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞിട്ടുണ്ട്. അഥവാ മുഹറം 10 പ്രത്യേകത, മുഹറം 10 നമ്മൾ നോമ്പെടുക്കുന്നത്, മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അതിന് നന്ദി സൂചകമായി നോമ്പെടുത്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തും നോമ്പെടുത്തു, നമ്മളും നോമ്പെടുക്കുന്നു. എന്തുകൊണ്ടാണ് നമ്മൾ നോമ്പെടുക്കുന്നത് എന്ന ചോദ്യത്തിന്റെ ഉത്തരമാണ്, അന്നാണ് മഹാനായ മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയെ അല്ലാഹു സുബ്ഹാനഹു വ തആല രക്ഷപ്പെടുത്തിയത് എന്ന്. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം വിശുദ്ധ ഖുർആനിൽ ധാരാളം ഇടങ്ങളിൽ പരാമർശിക്കപ്പെട്ട ഒരു പ്രവാചകനാണ്. ഒരു 2 പേജ് ഖുർആൻ മറച്ചിടുമ്പോ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ പേര് നമുക്ക് കാണാൻ കഴിയും. അത്രയും അധികം മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ജീവചരിത്രം, അദ്ദേഹം അനുഭവിച്ച പീഡനങ്ങളുടെ കഥകൾ, അദ്ദേഹത്തിന്റെ പിറന്ന സന്ദർഭം മുതലുള്ള ചരിത്രം അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ പലയിടങ്ങളിലായിട്ട് പരാമർശിക്കുന്നുണ്ട്. അല്ലാഹു ചോദിക്കുന്നുണ്ട്, ഹൽ അതാക ഹദീസു മൂസ, മൂസാ നബിയുടെ ചരിത്രം നിങ്ങൾക്ക് വന്നു കിട്ടിയിട്ടില്ലേ? നിങ്ങൾ ആ കഥ വായിച്ചിട്ടില്ലേ? നിങ്ങളത് പഠിച്ചിട്ടില്ലേ? നിങ്ങളത് മനസ്സിലാക്കിയിട്ടില്ലേ? സൂറത്ത് താഹയിലും സമാനമായ ചോദ്യം നമുക്ക് കാണാൻ കഴിയും. അള്ളാഹു ചോദിക്കുന്നത്, മൂസാ നബിയുടെ ചരിത്രം നിങ്ങൾക്ക് വന്നു കിട്ടിയിട്ടില്ലേ? ഇദ്നാദാഹു റബ്ബുഹു ബിൽ വാദിൽ മുഖദ്ദസി തുവാ ഇദ്ഹബ് ഇലാ ഫിർഔന ഇന്നഹു തഗാ. ഫിർഔന്റെ സമീപത്തേക്ക് പോകാൻ വേണ്ടി അള്ളാഹു നിർദ്ദേശം നൽകുകയാണ്. പരിശുദ്ധമായ തുവാ താഴ്വരയിൽ വെച്ച് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് വഹീ നൽകുകയാണ്. അതേ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ ഫിർഔന്റെ സമീപത്തേക്ക് പറഞ്ഞേക്കുന്ന ആ ചരിത്രം പറയുമ്പോ, ആ ചരിത്രത്തിലുടനീളം മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അനുഭവിച്ച അനുഭവങ്ങളെ കുറിച്ച്
അല്ലാഹു സുബ്ഹാനഹു വ തആല വിശദീകരിക്കുന്നുണ്ട് എന്തെല്ലാം തരത്തിലുള്ള പ്രതിസന്ധികളാണ് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ അനുഭവിച്ചിട്ടുള്ളത്. എങ്ങനെയാണ് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ആ പ്രതിസന്ധികളെ സമീപിച്ചിട്ടുള്ളത്, എങ്ങനെയാണ് അതിനെ തരണം ചെയ്തിട്ടുള്ളത്, എങ്ങനെയാണ് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ജീവിതത്തിൽ ആ പ്രതിസന്ധികളിൽ അള്ളാഹുവിന്റെ ഇടപെടലുകൾ ഉണ്ടായിട്ടുള്ളത്. ഇതൊക്കെ പരാമർശിച്ചുകൊണ്ടാണ് അള്ളാഹു ചോദിക്കുന്നത്, നിങ്ങളത് വായിച്ചിട്ടില്ലേ? വിശ്വാസികളെ, നിങ്ങളത് പഠിച്ചിട്ടില്ലേ? അതൊക്കെ പഠിക്കണമെന്നും അതിൽ നിന്ന് പാഠം ഉൾക്കൊള്ളണമെന്നുമാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതിന്റെ ഉദ്ദേശം. അള്ളാഹു പറഞ്ഞു, നിങ്ങൾ ഫിർഔന്റെ സമീപത്തേക്ക് പോകണം. എന്നിട്ടോ ഫഖുൽ ഹൽ ലക ഇലാ അൻ തസക്ക വഅഹ്ദിയക ഇലാ റബ്ബിക ഫതഖ്ശാ ഫഅറാഹുൽ ആയത്തുൽ കുബ്ര. ഫിർഔന് ദൃഷ്ടാന്തങ്ങൾ കാണിച്ചു കൊടുക്കാൻ, ഫിർഔനെ തഖ്വയിലേക്ക് ക്ഷണിക്കാൻ, ഫിർഔന് സന്മാർഗ ദർശനം, ആ മാർഗം കാണിച്ചു കൊടുക്കാൻ, അതിനാണ് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞയക്കുന്നത്. സൂറത്തുൽ ഖസസ് തുടങ്ങുമ്പോൾ തന്നെ അതിന്റെ 3-ാമത്തെ ആയത്ത് മുതൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് പറയുന്നു, നത്ലു അലൈക മിൻ നബഇ മൂസാ വ ഫിർഔന ബിൽ ഹഖ് ലിഖൗമി യുഅ്മിനൂൻ. മൂസാ നബിയുടെയും ഫിർഔന്റെയും കഥ നിങ്ങൾക്ക് പറഞ്ഞു തരികയാണ്. ആർക്കാണിത് വിശദീകരിക്കുന്നത്? ആർക്കാണിത് പാരായണം ചെയ്ത് കേൾപ്പിക്കപ്പെടുന്നത്? നമ്മെപ്പോലെ വിശ്വാസം ഹൃദയത്തിൽ ഏറി നടക്കുന്ന വിശ്വാസികൾക്ക് ഇതിൽ പല പാഠങ്ങളുമുണ്ട്. നമ്മൾ ഓരോരുത്തരും ഇതിൽ നിന്ന് പാഠം ഉൾക്കൊള്ളേണ്ടതുണ്ട്. അള്ളാഹു അടുത്ത വചനത്തിലൂടെ പറഞ്ഞു, എന്താണ് അതിന്റെ നിങ്ങൾക്ക് പാഠം ഉൾക്കൊള്ളാനുള്ളത്? ആരായിരുന്നു ഫിർഔൻ? ഇന്ന ഫിർഔന അലാ ഫിൽ അർദ് വജഅല അഹ്ലഹാ ശിയഅൻ യസ്തദ്ഇഫു ത്വായിഫതൻ മിൻഹും യുദബ്ബിഹു അബ്നാഅഹും വയസ്തഹീ നിസാഅഹും ഇന്നഹു കാന മിനൽ മുഫ്സിദീൻ. ഇന്ന ഫിർഔന അലാ ഫിൽ അർദ്. ഫിർഔൻ ഭൂമിയിൽ ധിക്കാരിയായി, ദാഷ്ട്യക്കാരനായി, തോന്നിവാസിയായി ജീവിച്ച മനുഷ്യനാണ്. വലിയ ധിക്കാരിയായി ജീവിച്ച മനുഷ്യനാണവൻ. എന്നിട്ടോ വജഅല അഹ്ലഹാ ശിയഅൻ യസ്തദ്ഇഫു ത്വായിഫതൻ മിൻഹും. അവിടുത്തുകാരെ, അവന്റെ നാട്ടുകാരെ, അവൻ രാജാവാണ്, അവന്റെ പ്രജകളെ ഭിന്നിപ്പിച്ചു ഭരിച്ചു അവൻ, വ്യത്യസ്ത കക്ഷികളാക്കി മാറ്റിയവൻ, അവരെ അവരെ ദുർബലപ്പെടുത്തിയവൻ. എങ്ങനെയാണ് അവരെ ദുർബലപ്പെടുത്തിയത്? യുദബ്ബിഹു അബ്നാഅഹും വയസ്തഹീ നിസാഅഹും. അവരിൽ പിറക്കുന്ന ആൺകുട്ടികളെ വധിച്ചു കളഞ്ഞു അവൻ. ആൺകുട്ടികളില്ല ഒരു സമുദായത്തിൽ, ഒരു സമൂഹത്തിൽ. ആലോചിച്ചു നോക്കൂ, നമ്മുടെ നാട്ടിൽ പുരുഷന്മാരില്ല, ആണുങ്ങളില്ല. ആ രൂപത്തിൽ ആ ഒരു വിഭാഗത്തെ തെരഞ്ഞുപിടിച്ച് അവരുടെ സ്ത്രീകൾ ഗർഭിണിയാകുമ്പോ ആ വീടിന്റെ വാതിൽക്കൽ കാവൽക്കാരാണ് പട്ടാളക്കാർ. എന്തിനാണ്? അവർ പിറന്നത് ആൺകുട്ടിയാണെങ്കിൽ അതിനെ സമയത്ത് തന്നെ കൊന്നുകളയണം. കാരണം ആ കുട്ടികൾ വളർന്ന് പിന്നീട് ഇവിടെ ഈ ഭരണം പിടിച്ചെടുക്കുന്ന ഒരു പ്രവർത്തനം ഉണ്ടാവരുത്. അടിച്ചമർത്തിക്കളയണം, അവരെ നാമാവശേഷമാക്കി കളയണം, അവരെ ദുർബലപ്പെടുത്തി കളയും. അവരിലെ സ്ത്രീകളെ ജീവിക്കാൻ പറ്റൂ, പെൺകുട്ടികൾ ജീവിക്കുന്നതുകൊണ്ട് പ്രശ്നമില്ല, അവർ ജീവിച്ചോളട്ടെ. പക്ഷെ പുരുഷന്മാർ, ആണുങ്ങൾ അവർ ജീവിച്ചുകൂടാ. നമ്മുടെ ഭരണം കയ്യേറുന്നതിനുള്ള ഒരു പ്രവർത്തനം, ഒരു സമരത്തിന്, അത്തരത്തിലുള്ള ഒരു പ്രവർത്തനത്തിന് അവർ ചുക്കാൻ പിടിച്ചുകൂടാ. അവരെ മുളയിൽ തന്നെ നുള്ളിക്കളയണം. ഇതാണ് ഫിർഔന്റെ ലക്ഷ്യം. അല്ലാഹു പറഞ്ഞു, ഇന്നഹു കാന മിനൽ മുഫ്സിദീൻ. അവൻ നാശകാരികളിൽപ്പെട്ടവനായിരുന്നു. പക്ഷെ അല്ലാഹു സൂറത്തുൽ ഖസസിലെ 5-ാമത്തെ വചനത്തിൽ അല്ലാഹു പറയുന്നു, വനുരീദു അൻ നമുന്ന അലല്ലദീന സ്തുദ്ഇഫു ഫിൽ അർദ് വനജഅലഹും അഇമ്മതൻ വനജഅലഹും വാരിസീൻ. പക്ഷെ അല്ലാഹുവിന്റെ സുന്നത്ത് ഇതല്ല, ഫിർഔൻ ഉദ്ദേശിച്ചതല്ല അല്ലാഹു ഉദ്ദേശിച്ചത്. നോക്കൂ, അല്ലാഹു പറയുന്നത് വനുരീദു അൻ നമുന്ന അലല്ലദീന സ്തുദ്ഇഫു ഫിൽ അർദ്. ഈ ഭൂമിയിൽ ദുർബലപ്പെട്ട,
അടിച്ചമർത്തപ്പെട്ട ദുർബലരോട് ഔദാര്യം കാണിക്കുവാനാണ് അള്ളാഹു ഉദ്ദേശിച്ചിട്ടുള്ളത്. എന്നിട്ടോ വനജഅലഹും അഇമ്മ, അവരെ നേതാക്കളാക്കാനാണ് അള്ളാഹു ഉദ്ദേശിച്ചിട്ടുള്ളത്. വനജഅലഹും വാരിസീൻ, അവരെ അനന്തരാവകാശികളാക്കാൻ. ഇതാണ് അള്ളാഹു ഉദ്ദേശിച്ചത്, ഫിർഔൻ ഉദ്ദേശിച്ചതല്ല. ഫിർഔൻ അവന്റെ തന്ത്രങ്ങൾ പയറ്റി, ഫിർഔൻ അവന്റെ ഏർപ്പാടുകളും അക്രമങ്ങളും ഒക്കെ അയച്ചുവിട്ടു. ആൺകുട്ടികളൊക്കെ അവൻ കൊന്നൊടുക്കി. അവന്റെ തലയിൽ കൃത്യമായ പ്ലാനിംഗ് ഉണ്ടായിരുന്നു. പക്ഷെ അള്ളാഹുവിന്റെ പ്ലാൻ അതായിരുന്നില്ല. അള്ളാഹു ഉദ്ദേശിച്ചത് ഈ അടിച്ചമർത്തപ്പെട്ട വിഭാഗത്തെ ഉന്നതിയിലേക്ക് കൊണ്ടുവരണം, അവരെ ഭരണകർത്താക്കളാക്കണം, അവരെ നേതാക്കന്മാരാക്കണം, അവർക്ക് അനന്തരാവകാശം നൽകണം എന്നായിരുന്നു അള്ളാഹു ഉദ്ദേശിച്ചത്. ആരുടെ ഉദ്ദേശമാണ് ഫലം കണ്ടത്? ആരാണ് വിജയിച്ചത്? നോക്കൂ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഫിർഔന്റെ സമീപത്തേക്ക് മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമയും ഹാറൂൻ നബിയൊക്കെ പറഞ്ഞയച്ചപ്പോ അവന്റെ പ്രതികരണങ്ങൾ എങ്ങനെയായിരുന്നു? ഫകദ്ദബ വഅസാ ثم أدبر يسعى فحشر فنادى فقال أنا ربكم الأعلى. അവന്റെ പ്രഖ്യാപനം എന്താ? മൂസയും ഹാറൂനും അലൈഹിമസ്സലാത്തു വസ്സലാം അവർ പറഞ്ഞ മുഴുവൻ കാര്യങ്ങളും അവൻ നിഷേധിച്ചതല്ല, അതൊക്കെ വ്യാജമാക്കി അവൻ ആളുകളൊക്കെ വിളിച്ചുകൂട്ടി. എന്നിട്ട് അവരോട് പറഞ്ഞു, അന റബ്ബുക്കുമുൽ അഅല, ഞാനാണ് നിങ്ങളുടെ ഏറ്റവും വലിയ റബ്ബ്, ഞാനല്ലാതെ നിങ്ങൾക്ക് വേറെ റബ്ബില്ല. ഇതാണ് അവന്റെ ഈ അഹങ്കാരത്തിലൂന്നിയ പ്രഖ്യാപനമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്. മാത്രമല്ല സൂറത്തു സുഖ്റുഫിന്റെ 51-ാമത്തെ വചനത്തിൽ വനാദാ ഫിർഔനു ഫീ ഖൗമിഹി ഖാല യാ ഖൗമി അലൈസ ലീ മുൽക്കു മിസ്ർ, അവൻ ആളുകളെ മുഴുവനും വിളിച്ചുകൂട്ടി. എന്നിട്ട് അവരോട് ചോദിക്കുകയാണ്, അലൈസ ലീ മുൽക്കു മിസ്ർ, ഈ മിസ്ർ, ഈ ഈജിപ്ത്, ഇതിന്റെ രാജാധികാരം എനിക്കല്ലയോ? വഹാദിഹിൽ അൻഹാറു തജ്രി മിൻ തഹ്തി, എന്റെ നിർദ്ദേശങ്ങൾ, എന്റെ ഓർഡർ അനുസരിച്ചല്ലേ ഈ നദികൾ, ഈ നൈൽ നദി ഈജിപ്തിലൂടെ വിശാലമായി കൊണ്ടൊഴുകുന്നത്? അത് എന്റെ ഓർഡർ അനുസരിച്ചല്ലേ? ഞാനല്ലേ അതിനെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത്? അഫലാ തുബ്സിറൂൻ, നിങ്ങളിതൊന്നും കാണുന്നില്ലേ? എന്തേ നിങ്ങൾക്കിതൊന്നും കാണാൻ കഴിയുന്നില്ലേ? അവൻ ആളുകളെ, സമൂഹത്തെ, സമുദായത്തെ, അവന്റെ പ്രജകളെ വിളിച്ചു ചേർത്തുകൊണ്ട് അവൻ ചോദിക്കുകയാണ്. എന്നിട്ടോ മൂസാ നബിയെ കളിയാക്കിക്കൊണ്ട്, പരിഹസിച്ചുകൊണ്ട് അവൻ ചോദിക്കുന്ന മറ്റൊരു ചോദ്യമുണ്ട്. വഖാല ഫിർഔനു യാ അയ്യുഹൽ മലഉ മാ അലിംതു ലക്കും മിൻ ഇലാഹിൻ ഗൈരി, അവന്റെ ദാഷ്ട്യം, ഞാനല്ലാതെ മറ്റൊരു ദൈവം നിങ്ങൾക്കുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല, എനിക്കറിയില്ല. മാ അലിംതു ലക്കും മിൻ ഇലാഹിൻ ഗൈരി, ഞാനല്ലാത്ത വേറൊരു ദൈവം, ഇതല്ലാതെ ഞാനല്ലാതെ വേറൊരു ആരാധ്യം നിങ്ങൾക്കുള്ളതായി എനിക്കറിവില്ല. ഫഔഖിദ് ലീ യാ ഹാമാനു അലത്തീരി ഫജഅൽ ലീ സർഹാ, ഹാമാനെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, എനിക്ക് നീ ഇഷ്ടികകളെ കൊണ്ട് ഒരു ഉന്നതമുള്ള വലിയ ഒരു മാളിക പണിത് തരിക, വലിയൊരു കോട്ട പണിത് തരിക. ലഅല്ലി അത്വലിഉ ഇലാ ഇലാഹി മൂസാ, മൂസാ നബിയെ പരിഹസിച്ചുകൊണ്ട് അതിന്റെ മുകളിൽ കയറിയിട്ട മൂസന്റെ ദൈവത്തെ ഞാനൊന്ന് കണ്ടോട്ടെ, എവിടെയാ അവന്റെ ദൈവമുള്ളത്? മൂസാ നബിയെ പരിഹസിച്ചുകൊണ്ട് ദാഷ്ട്യത്തിന്റെ, ധിക്കാരത്തിന്റെ അങ്ങേ തലയിലെത്തിയ ഫിർഔന്റെ വർത്തമാനമാണ്. വഇന്നീ ലഅദുന്നുഹു മിനൽ കാദിബീൻ, മൂസ കള്ളനാണ്, മൂസ കളവ് പറയാണ്, അതാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്ന് ഫിർഔന്റെ സംസാരം അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിന്റെ പലയിടങ്ങളിലായിട്ട് ഇവിടെ പഠിപ്പിക്കുകയാണ്. സഹോദരങ്ങളെ, ചരിത്രം അതിവിശാലമാണ്, പറഞ്ഞു തീർക്കാൻ നമുക്ക് സമയമില്ല. പക്ഷേ അവസാനം, അതിന്റെ പര്യവസാനം ഉണ്ടായത് മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമക്കാണ് വിജയമുണ്ടായതെന്നും ബനീ ഇസ്രായേലിയർക്കാണ് വിജയമുണ്ടായത് എന്നൊക്കെ നമുക്ക് ഓരോരുത്തർക്കും അറിയാവുന്നതാണ്. പക്ഷെ ഇവിടെ ഇത്തരം പ്രതിസന്ധികളിൽ കുഞ്ഞുങ്ങളെപ്പോലും കൊന്നുകളയുന്ന, അവരുടെ സ്ത്രീകളെ മാത്രം ജീവിക്കാൻ വിടുന്ന, എല്ലാ തരത്തിലുള്ള പീഡനങ്ങളും നടത്തിക്കൊണ്ടിരുന്ന ഫിർഔനെയും കൂട്ടരെയും പരാജയപ്പെടുത്താൻ മൂസ അലൈഹിസ്സലാത്തു വസ്സലാമയുടെ കൈവശം എന്തായിരുന്നുള്ളത്? നമ്മൾ പലപ്പോഴും ആശങ്കയിലാണ്. നമ്മുടെ രാജ്യത്തും നമ്മളും പ്രയാസപ്പെടുമോ? ഭാവിയിൽ എന്തായിത്തീരും? പ്രതിസന്ധികൾ ഉണ്ടാകുന്നുണ്ടല്ലോ, നമ്മൾ അടിച്ചമർത്തപ്പെടുന്നുണ്ടോ? അന്യ സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന വാർത്തകൾ പ്രയാസങ്ങളും ഭയപ്പെടുത്തുന്ന ആശങ്കകൾ ഉണ്ടാക്കുന്നതാണ്. നമ്മൾക്ക് എന്തുണ്ട്?
നമ്മുടെ കൈവശം എന്തുണ്ട്, നമ്മൾ എങ്ങനെയാകും? സഹോദരങ്ങളെ, ഇത്തരത്തിലുള്ള ഒരു ചരിത്രം നമ്മുടെ മുമ്പിൽ വെച്ചിട്ട് അല്ലാഹ് നമ്മോട് ചോദിക്കുന്നു, നിങ്ങൾ പഠിച്ചിട്ടില്ലേ മൂസയുടെ ചരിത്രം? നിങ്ങൾ കേട്ടിട്ടില്ലേ ഇത്തരം പ്രതിസന്ധികളെ സമീപിച്ച, ഈമാൻ കൊണ്ട് തരണം ചെയ്ത മഹാനായ മൂസ അലൈഹിസ്സലാത്തു വസ്സലാമയുടെ ചരിത്രം? എന്തായിരുന്നു മൂസയുടെ കൈവശം? ഈ പ്രതിസന്ധികളെ, ബുദ്ധിമുട്ടുകളെ തരണം ചെയ്യാൻ അദ്ദേഹത്തിന്റെ കൈവശം എന്തുണ്ടായിരുന്നു എന്നത് വിശ്വാസികളെ നിങ്ങൾ പഠിച്ചിട്ടില്ലേ? ഇതാണ് ചോദിക്കുന്നത്. ഇതിനാണ് മുഹറം 10 ആ ചരിത്രം നമ്മൾ അയവിറക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നു സൂറത്തുൽ അഅറാഫിന്റെ 128ാമത്തെ വചനത്തിൽ, ഇത്തരം പീഡനങ്ങൾ നേരിട്ടപ്പോ, ഇത്തരം പ്രതിസന്ധികൾ നേരിട്ടപ്പോ മൂസ അലൈഹിസ്സലാത്തു വസ്സലാം തന്റെ സമുദായത്തെ, തന്റെ കൂടെ ഉണ്ടായിരുന്ന ബനൂ ഇസ്രായേലിനെ വിളിക്കുകയാണ്. അല്ലാഹ് പറഞ്ഞു, ഖാല മൂസാ ലിഖൗമിഹി ഇസ്തഈനു ബില്ലാഹി വസ്ബിറൂ ഇന്നൽ അർദ ലില്ലാഹി യൂരിസുഹാ മൻ യശാഉ മിൻ ഇബാദിഹി വൽ ആഖിബതു ലിൽ മുത്തഖീൻ. സഹോദരങ്ങളെ, മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഈ പ്രതിസന്ധി ഘട്ടത്തിൽ തന്റെ സമുദായത്തെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, ഇസ്തഈനു ബില്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനോട് ഇസ്തിആനത്ത് നടത്തണം. നിങ്ങൾ തൗഹീദുള്ളവരാകണം. നിങ്ങൾ മറ്റൊരു സൃഷ്ടിയിലേക്കും തിരിയരുത്. നമ്മുടെ അബുൽ ബശറ ആദം നബിയിലേക്കോ ഇബ്രാഹിം നബിയിലേക്കോ നൂഹ് നബിയിലേക്കോ പൂർവ്വ പ്രവാചകന്മാരിലേക്കോ അല്ല സഹായം തേടേണ്ടത്, മറിച്ച് ഇസ്തഈനു ബില്ലാഹ്, ഈ പ്രതിസന്ധി നിങ്ങൾക്ക് തരണം ചെയ്യണോ? ഇസ്തഈനു ബില്ലാഹ്, അല്ലാഹുവിനോട് നിങ്ങൾ തൗഹീദോടുകൂടെ ഇസ്തിആനത്ത് നടത്തണം. അല്ലാഹുവിനോട് പ്രാർത്ഥിക്കണം. റഹ്മാനായ റബ്ബിനോട് നിങ്ങൾ സഹായം തേടണം. വസ്ബിറു, നിങ്ങൾ ക്ഷമിക്കുക, നിങ്ങൾ ക്ഷമ കൈക്കൊള്ളുന്നവരായി മാറണമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല മൂസ അലൈഹിസ്സലാത്തു വസ്സലാം തന്റെ സമുദായത്തെ ഉപദേശിക്കുകയാണ്. നമ്മളും പരിശോധിക്കേണ്ടത് അതാണ്. പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോ, ഭയപ്പാടുകൾ ഉണ്ടാകുമ്പോ, പരീക്ഷണങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകുമ്പോ റഹ്മാനായ റബ്ബിലേക്ക് തിരിയാനുള്ള ഒരു ഈമാൻ, ഒരു തൗഹീദ് ഞാനും നിങ്ങളും നേടിയെടുത്തിട്ടുണ്ടോ? മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ കൈവശമുണ്ടായിരുന്ന ആയുധമായിരുന്നു ഇത്. അല്ലാഹുവിനോട് മാത്രമുള്ള പ്രാർത്ഥന, അടിയുറച്ച തൗഹീദ്, ഇതായിരുന്നു മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നത്. എന്നിട്ട് അദ്ദേഹം ഈ ആയത്തിന്റെ അവസാനം സൂചിപ്പിച്ചു വെക്കുന്ന ഒന്നുണ്ട്. തന്റെ സമുദായത്തോട് പറഞ്ഞു, വല്ലാഖിബതു ലിൽ മുത്തഖീൻ. എന്നാൽ പര്യവസാനം, ഈ വിഷയത്തിന്റെ അവസാനത്തെ വിജയം അതാർക്കാണ്? അത് മുത്തഖീങ്ങൾക്കുള്ളതാണ്. നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കാൻ തയ്യാറായാൽ, നിങ്ങളുടെ രഹസ്യവും പരസ്യമായ ജീവിതത്തിൽ അല്ലാഹുവിന്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കാൻ നമ്മൾ തയ്യാറാണ് എങ്കിൽ അവിടെ അല്ലാഹുവിന്റെ ഇടപെടലുകൾ ഉണ്ടാകും, അല്ലാഹുവിന്റെ സഹായങ്ങൾ ഉണ്ടാകും. നമുക്ക് തന്നെ അവസാന വിജയം കൈവരിക്കാൻ സാധിക്കുമെന്ന് മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം തന്റെ സമുദായത്തെ ബോധ്യപ്പെടുത്തുകയാണ്. നോക്കൂ, അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ കൃത്യമായി കൊണ്ട് സൂറത്തു ശുഅറായിലൂടെ ആ വിഷയങ്ങൾ നമ്മെ ബോധ്യപ്പെടുത്തുന്നു. വീണ്ടും ഫലമ്മാ തറാഅൽ ജംആനി ഖാല അസ്ഹാബു മൂസാ ഇന്നാ ലമുദ്റകൂൻ. തന്റെ ഉപദേശ നിർദ്ദേശങ്ങൾക്ക് വശംവദരായിക്കൊണ്ട് തന്റെ കൂടെ നിൽക്കുന്ന ജനപദത്തെയും കൂട്ടി പാതിരാക്ക് ഫിർഔന്റെ പീഡനങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി മൂസാ നബിയും തന്റെ അനുയായികളും യാത്ര പുറപ്പെടുകയാണ്. ചെന്നെത്തിയത് ചെങ്കടലിന്റെ മുമ്പിലാണ്. ആ വിഷയത്തെയാണ് സൂറത്ത് ശുഅറാഇന്റെ 61ാമത്തെ വചനത്തിൽ അല്ലാഹു എടുത്തു പറഞ്ഞത്. ഫലമ്മാ തറാഅൽ ജംആനി ഖാല അസ്ഹാബു മൂസാ. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ ജനങ്ങൾ അദ്ദേഹത്തിന്റെ കൂടെ ചെങ്കടലിന്റെ മുമ്പിലെത്തി. പിന്നിൽ ഫിർഔനും അനുയായികളും വരുന്നുണ്ട്. അവര് പറഞ്ഞു, മൂസാ ഇന്നാ ലമുദ്റകൂൻ. പിടിക്കപ്പെട്ടല്ലോ മൂസ, കഴിഞ്ഞല്ലോ. ഭൗതികമായി ചിന്തിച്ചാൽ, യുക്തിപരമായി ചിന്തിച്ചാൽ മുന്നിൽ കടലാണുള്ളത്, സമുദ്രമാണ്, അറ്റം കാണാത്ത വിശാല വിസ്തൃതമായി കിടക്കുന്ന സമുദ്രം. ആ സമുദ്രത്തിലേക്ക് നമ്മൾ ചാടിയാൽ എന്താണ് മൂസ നമ്മുടെ അവസ്ഥ? കഴിഞ്ഞില്ലേ നമ്മുടെ അവസ്ഥ? ഇനി ചാടാതെ ഇവിടെ നിന്നാലോ? സായുധരായ ഒരു വിഭാഗം ആളുകൾ നമ്മുടെ പിന്നിൽ ആർത്തട്ടഹസിച്ച് നമ്മെ വധിക്കാൻ, നമ്മെ നശിപ്പിക്കാൻ, നമ്മെ ഇല്ലായ്മ ചെയ്യാൻ വരുന്നുണ്ടോ? പിടിക്കപ്പെട്ടല്ലോ, കഴിഞ്ഞല്ലോ മൂസ. ഇവിടെയാണ് മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഹൃദയത്തിലെ ഈമാൻ അത് തവക്കുലായി നിർഗളിക്കുന്നത്. കല്ലാ കല്ലാ, അങ്ങനെ നിങ്ങൾ പറയരുത്. ഇന്ന മഅയ റബ്ബി സയഹ്ദീൻ, എന്റെ കൂടെ എന്റെ റബ്ബുണ്ട്.
ഇന്ന മഇയ റബ്ബി സയഹ്ദീൻ. എന്റെ പ്രശ്നങ്ങൾക്ക് എന്റെ റബ്ബ് ഒരു പരിഹാരം തരും. എന്റെ പ്രശ്നങ്ങളിൽ എന്റെ റബ്ബ് ഇടപെടും. എന്റെ പ്രശ്നങ്ങൾക്ക് എന്റെ റബ്ബ് എനിക്കൊരു മാർഗദർശനം തരാതിരിക്കില്ല. അടിയുറച്ച തൗഹീദ്, അടിയുറച്ച തവക്കുൽ. അള്ളാഹുവിനെ കേൾപ്പിച്ചാൽ അവൻ ഏറ്റെടുക്കുമെന്നും അവൻ എന്റെ വിഷയത്തിൽ ഇടപെടുമെന്നും ഞാൻ ഇവിടെ വിജയിക്കുമെന്നുമുള്ള അടിയുറച്ച തൗഹീദ്. ഇതുണ്ടോ നമ്മുടെ കൈവശം? ആശങ്കകൾ നമുക്കില്ലേ? പ്രശ്നങ്ങൾ നമുക്കില്ലേ? ഭയപ്പാടുകൾ നമുക്കില്ലേ? പക്ഷേ ശുദ്ധമായ കറകളഞ്ഞ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ ഈ തൗഹീദ് നമ്മുടെ ഹൃദയത്തിലേക്ക് സന്നിവേശിപ്പിച്ചിട്ടുണ്ടോ? പ്രതിസന്ധികൾ വരുമ്പോ ഭയപ്പെടാതെ അതൊന്നും സാരല്ല, അതൊന്നും പ്രശ്നമല്ല. ഇന്ന മഇയ റബ്ബി, എന്റെ പ്രശ്നങ്ങളിൽ എന്റെ റബ്ബുണ്ട്, എനിക്കിനിയും മുന്നോട്ട് ജീവിക്കാൻ എന്നെ പ്രേരിപ്പിക്കുന്നത് ഇല്ലേ? ഇല്ലെങ്കിൽ അവിടെ ചാടി ആത്മഹത്യ ചെയ്യാനല്ല. പലരും ഈ സമുദ്രത്തിൽ ആ ചെങ്കടലിൽ ചാടി ആത്മഹത്യ ചെയ്യാനാ നമ്മുടെ കൂട്ടത്തിൽ, മുസ്ലിമീങ്ങളുടെ കൂട്ടത്തിൽ നോക്കുന്നത്. അങ്ങനെ ആത്മഹത്യക്കാണ്, അങ്ങനെ ആ കടലിലേക്ക് ചാടാനാ പലരും തിരിഞ്ഞു നിൽക്കുന്നത്. പക്ഷേ മൂസ അലൈഹിസ്സലാത്തു വസ്സലാം ആ കടലിൽ ചാടി ആത്മഹുതി നടത്താനല്ല, മറിച്ച് അവിടെ റബ്ബിന്റെ ഇടപെടലുകൾ ഉണ്ടാകണം. കടക്കണിയിൽ അകപ്പെടുമ്പോ, രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുമ്പോ, മാരകമായ പ്രശ്നങ്ങൾ, രോഗങ്ങൾ, ക്യാൻസറാണ്, മറ്റേതെങ്കിലും മാരകമായ അസുഖങ്ങളാണ്, അതിന്റെ 4th സ്റ്റേജിലാണ്. ഡോക്ടർമാർ മുഴുവനും പറഞ്ഞു, ഇല്ല, ഇനി പരിഹാരമില്ല, നിങ്ങൾ കൊണ്ടുപോയിക്കോളൂ, ഇനി മരുന്നില്ല, ചികിത്സയില്ല, ഈ കടത്തിൽ നിന്ന് നിനക്ക് രക്ഷപ്പെടാൻ സാധ്യമല്ല. നമ്മെ തളർത്തുന്ന സംസാരങ്ങൾ നമ്മുടെ ചുറ്റുഭാഗത്ത് നിന്നുണ്ടാകുമ്പോ ഹൃദയത്തിൽ നിന്ന് പുറത്തേക്ക് വരണം. ഇന്ന മഇയ റബ്ബി, ആരെന്തു പറഞ്ഞാലും എന്റെ റബ്ബുണ്ട് എന്റെ കൂടെ, സയഹ്ദീൻ, എനിക്കൊരു പരിഹാരം തരും, ഒരു ശുഭപ്രതീക്ഷ, ഒരു നല്ല നാളെ കുറിച്ചുള്ള ചിന്ത. ഇതാണ് മൂസ അലൈഹിസ്സലാത്തു വസ്സലാമയുടെ ജീവിതത്തിൽ ഉണ്ടായത്. അല്ലാഹ് പറഞ്ഞു, ഫഔഹൈനാ ഇലാ മൂസ അൻദ്രിബ് ബിഅസാക്കൽ ബഹർ ഫൻഫലഖ ഫകാന കുല്ലു ഫിർഖിൻ കത്തൗദിൽ അദീം. മൂസ താങ്കളുടെ കൈവശമുള്ള വടി കൊണ്ട് സമുദ്രത്തിൽ ഒരു അടി നൽകുക. അടിച്ചപ്പോയതാ സമുദ്രം രണ്ടായി പിളരുകയാണ്, അതിലൊരു ഉണങ്ങിയ വഴി രൂപപ്പെടുകയാണ്. സമുദ്രത്തിന്റെ 2 ഭാഗവും പർവ്വതം കണക്കെ അങ്ങ് മാറി നിന്നു. ചിന്തിച്ചപ്പോ ഒരു മാർഗവും ഇല്ല എന്നാ അവർക്ക് മനസ്സിലായത്. അവരുടെ തലച്ചോറ് കൊണ്ട് ചിന്തിച്ചപ്പോ അവർക്കതേ മനസ്സിലായിട്ടുള്ളൂ. നമ്മൾ ചിന്തിച്ചാലും നമ്മുടെ വിഷയങ്ങൾ നമുക്ക് അങ്ങനെ തോന്നൂ. പക്ഷേ കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായി ഇടപെടാൻ സാധിക്കുന്ന റഹ്മാനായ റബ്ബിന് ഇത്തരം ചില പരിഹാര മാർഗങ്ങൾ നമ്മുടെ ജീവിതത്തിലും സാധിക്കും. പക്ഷെ അതിനുള്ള ആയുധങ്ങൾ നമ്മുടെ കൈവശം ഉണ്ടാവണം. അടിയുറച്ച തൗഹീദ് നമുക്കുണ്ടാവണം. തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം നമുക്കുണ്ടാവണം. എന്റെ റബ്ബിലേക്ക് തവക്കുലാക്കിയാൽ അവൻ ഇടപെടുമെന്നുള്ള ഉറച്ച സുദൃഢമായ വിശ്വാസം അതിന്റെ വക്താക്കളാണെങ്കിൽ ഇങ്ങനെ അള്ളാഹുവിന്റെ ഇടപെടലുകൾ ഉണ്ടാകുമെന്നാണ് വിശുദ്ധ ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല വളരെ കൃത്യമായിട്ട് നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. സഹോദരങ്ങളെ, ഈ ഇത്തരത്തിലുള്ള ഈമാൻ അതാണോ മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ചരിത്രത്തിൽ നിന്നും നമ്മൾ ഓരോരുത്തരും എടുത്തു വെക്കേണ്ടത്, ഹൃദയത്തിൽ സൂക്ഷിക്കേണ്ടത്. ഈ കറകളഞ്ഞ തൗഹീദോടുകൂടെ മരണം വരെ ജീവിക്കാനാണ് നമ്മൾ പരിശ്രമിക്കേണ്ടത്. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണേ എന്ന് ഒരിക്കൽ കൂടെ എല്ലാവരെയും ഓർമ്മപ്പെടുത്തുകയാണ്. സൂറത്ത് യൂനുസിലെ 90-ാമത്തെ വചനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അഭിഷേകമായി ഈ ചരിത്രത്തിൽപ്പെട്ട ഒരു കാര്യം കൂടെ സൂചിപ്പിക്കുന്നുണ്ട്. അല്ലാഹു പറഞ്ഞു, وجاوزنا بني إسرائيل البحر فأتبعهم فرعون وجنوده بغيا وعدوا حتى إذا أدركه الغرق قال آمنت أنه لا إله إلا الذي آمنت به بنو إسرائيل وأنا من المسلمين.
മൂസ അലൈഹിസ്സലാത്തു വസ്സലാമും ബനൂ ഇസ്രായേലും ആ ചെങ്കടല് പിളർന്നു അതിലൂടെ രക്ഷപ്പെടുകയാണ്. ഇതിങ്ങനെ കരയിൽ നിന്ന് നോക്കിക്കണ്ടപ്പോ, ആ വഴി കണ്ടപ്പോ, ഇതിലൂടെ നമുക്കും പോകാം, മൂസയെയും ഫിർഔനെയും പിടിക്കാം. അങ്ങനെ ഇവരും പോവാണ്. മൂസാ നബിയും അനുയായികളും അക്കരെ കടന്നു. അള്ളാഹുവിന്റെ ഇടപെടൽ, അള്ളാഹുവിന്റെ ഖുദ്റത്ത്, അള്ളാഹുവിന്റെ രക്ഷപ്പെടുത്തൽ അതവിടെ സാധ്യമായി. പക്ഷേ ഇവര് മധ്യത്തിലെത്തിയിട്ടുള്ളൂ. അള്ളാഹു പറയാൻ, അങ്ങനെ ഇവരെന്ത് ചെയ്യാൻ? ആ കടല് പൂർവ്വസ്ഥിതിയിലേക്ക് വരികയാണ്. അവർ അതിനകത്ത് മുങ്ങാണ്. അങ്ങനെ മുങ്ങിത്തായുമ്പം അള്ളാഹ് പറയുന്നു, അങ്ങനെ മരണത്തെ മുഖാമുഖം കാണുന്ന ആ ചെങ്കടലിൽ മുങ്ങിത്തായുന്ന ശ്വാസം കിട്ടാത്ത ആ സന്ദർഭത്തിൽ ഫിർഔന്റെ വായിൽ നിന്ന് വരുന്ന വർത്തമാനം അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്ത് യൂനുസിന്റെ 90-ാമത്തെ വചനത്തിൽ എടുത്തുദ്ധരിക്കുന്നുണ്ട്. എന്താ അവൻ പറയുന്നത്? ഖാല ആമൻതു, ഞാൻ ആരായിരിക്കുന്നു? ആമൻതു, എനിക്കിപ്പോ ഈമാനുണ്ട്, ഞാൻ മുഅ്മിനായിട്ടുണ്ട്. എന്താ എന്റെ ഈമാൻ? അന്നഹു ലാ ഇലാഹ ഇല്ലല്ലദീ ആമനത് ബിഹി ബനൂ ഇസ്രായീൽ. ഏത് ദൈവത്തിലാ? ഞാനാണ് റബ്ബ് എന്നല്ല, അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ആണ് റബ്ബ് എന്നല്ല, ബനൂ ഇസ്രായേലിൽ പറയുന്ന അള്ളല്ലേ, ആ അല്ലാഹുവിൽ ഞാനിതാ ആമൻതു അന്നഹു ലാ ഇലാഹ ഇല്ലല്ലദീ ആമനത് ബിഹി ബനൂ ഇസ്രായീൽ. അവരാരാധിക്കുന്ന, അവര് വിശ്വസിക്കുന്ന ആ അല്ലാഹുവിൽ, മൂസ പ്രബോധനം ചെയ്ത ആ റബ്ബിൽ ഞാനിതാ വിശ്വസിച്ചിരിക്കുന്നു. എനിക്കിപ്പോ ഹാമാൻ ഒരു ബിൽഡിംഗ് ഉണ്ടാക്കണ്ട, അതിന്റെ മുകളിൽ കയറി നോക്കണ്ട, പരിഹാസങ്ങളൊന്നുമില്ല. മരണത്തെ മുഖാമുഖം കാണുമ്പോ ഫിർഔന്റെ വാചകം ഇതാണ്, ഞാൻ മുസ്ലിമായിരിക്കുന്നു. അവസാനം അല്ലാഹ് പറഞ്ഞു, വഅന മിനൽ മുസ്ലിമീൻ, ഞാൻ ഇപ്പോ ആരാ? ഞാൻ മുസ്ലിമായിട്ടുണ്ട്. സഹോദരങ്ങളെ, പാഠമുണ്ട് നമുക്ക്. ഇവിടെയും നമ്മൾ ചിന്തിക്കണം. നമ്മളിൽ പലരും അങ്ങനെയാണ്, ഈ തരത്തിലുള്ള സ്വഭാവങ്ങളുമായിട്ട് നടക്കും. അവസാനം മലക്കുൽ മൗത്തിനെ നേരിൽ കാണുന്നൊരു സന്ദർഭമുണ്ട്. ആ മരണത്തെ മുഖാമുഖം കാണുമ്പോ നമ്മൾ പറയും, ഒന്ന് നന്നാവണം, ഞാൻ സദഖ കൊടുത്തോളാം, ഞാൻ നന്നായിക്കോളാം. നമ്മളിൽ പലരും ആ രൂപത്തിൽ ജീവിക്കുന്നവരുണ്ട്, അത് വസ്തുതയാണ്. പക്ഷെ ഈ സന്ദർഭത്തിലുള്ള ഈമാൻ, ഈ സന്ദർഭത്തിലുള്ള തൗബ, അത് അല്ലാഹ് സ്വീകരിക്കൂല. തൗബ സ്വീകരിക്കുന്നത് ഏതുവരെയാണ്? മാ ലം യുഗർഗർ, തൊണ്ടക്കുഴിയിൽ ആത്മാവെത്തുന്നത് വരെ, അതിനുശേഷമില്ല. മരണത്തെ മുഖാമുഖം കണ്ടാൽ പിന്നെ അവന് തൗബയില്ല, അവന്റെ ഈമാൻ സ്വീകരിക്കില്ല, അവന്റെ തൗബ സ്വീകരിക്കില്ല. അങ്ങനത്തെ തൗബക്കാരെ കുറിച്ചിട്ട് അല്ലാഹു പറഞ്ഞത്, വലല്ലദീന യമൂതൂന വഹും കുഫാർ, അവർ കാഫിറുകളായിട്ടാണ് മരണപ്പെട്ടു പോകുക എന്നുള്ളതാണ്. അതുകൊണ്ട് ഇവന്റെ ചരിത്രത്തിൽ നിന്ന്, ഫിർഔന്റെ ജീവിതത്തിൽ നിന്നും നമ്മൾ ഓരോരുത്തരും പാഠം ഉൾക്കൊള്ളണം എന്നുള്ളതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ ചരിത്രത്തിൽ നിന്നും നമുക്ക് കിട്ടുന്ന പാഠം, വലാ തഹ്സബന്നല്ലാഹ ഗാഫിലൻ അമ്മാ യഅമലു ളാലിമൂൻ. അക്രമകാരികൾ അവര് പീഡിപ്പിക്കാം, പ്രയാസപ്പെടുത്താം, പക്ഷെ അതിനൊക്കെ ഒരു അതിരുണ്ട്, ഒരു അതിർവരമ്പുണ്ട്. അല്ലാഹ് അശ്രദ്ധനല്ല. ഒരു നാൾ അതിനൊക്കെ ഒരു പ്രതികാര നടപടി റബ്ബിന്റെ സമീപത്തു നിന്നുണ്ടാവുമെന്നാണ് തിരിച്ചറിവോടുകൂടെ, ഈമാനോടുകൂടെ, ശുദ്ധമായ തൗഹീദോടുകൂടെ, അല്ലാഹുവിലുള്ള കറകളഞ്ഞ പ്രതീക്ഷയോടുകൂടെ, തവക്കുലോടുകൂടെ ജീവിക്കാനാണ് നമ്മൾ ഓരോരുത്തരും തയ്യാറാവേണ്ടത്. അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ.